ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമേകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് കേരള PSC ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ട്രിവാൻഡ്രം. അതുപോലെ ഈ പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിന് എത്ര മാർക്കായിരുന്നു കട്ട് ഓഫ്, എത്ര പേരാണ് ഉൾപ്പെട്ടത്, ആ വക കാര്യങ്ങളും ഇനി വരുന്ന LDC മെയിൻ ലിസ്റ്റ് ഈ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ റിസൾട്ട് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇന്ന് പബ്ലിഷ് ചെയ്ത റിസൾട്ടാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ട്രിവാൻഡ്രം. കാറ്റഗറി നമ്പർ 555/2019 ആണ്. അപ്പോൾ ഇതിന്റെ എക്സാം നടന്നത് 20/11/2021, അതായത് നമ്മുടെ LDC മെയിൻസ് പരീക്ഷ നടന്ന അതേ ദിവസം തന്നെയാണ് ഈ പരീക്ഷയും നടന്നത്. അപ്പൊ ഈ മെയിൻ ലിസ്റ്റിന്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതായത് 77 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നും 20 പേര്, അങ്ങനെ ടോട്ടൽ 97 ആൾക്കാരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇതിന്റെ കട്ട് ഓഫ് 54.33 മാർക്കാണ്. 54.33 മാർക്ക്. ഇതൊരു സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ്. കാരണം ഈ ഷോർട്ട് ലിസ്റ്റ് സ്പെഷ്യൽ കാറ്റഗറി LDC എക്സാം ആണെന്ന് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്ന എക്സാം ആയിരുന്നു ഇത്. അപ്പൊ ഈ എക്സാമിന്റെ പ്രിലിമിനറി കട്ട് ഓഫ് എന്ന് പറയുന്നത് 75.33 മാർക്കായിരുന്നു. 75.33 മാർക്ക്. 75.33 മാർക്ക് ഉള്ളവരാണ് ആ പ്രിലിമിനറി എക്സാം പാസ്സായിട്ട് ഈ മെയിൻ എക്സാം എഴുതാൻ വേണ്ടി വന്നത്. അപ്പൊ മെയിൻ എക്സാം കഴിഞ്ഞപ്പോഴോ കുറച്ചു പേരെ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളൂ. അതിന്റെ കട്ട് ഓഫ് 54.33 മാർക്കും ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കേരളത്തിലെ ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ ജില്ലക്കാരും തിരുവനന്തപുരമാണ് എക്സാം എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും ഉയർന്നത്. അപ്പോൾ നമ്മുടെ LDCക്ക് ഇത്രയും കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിചാരിക്കാം. കാര്യം പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ തിരുവനന്തപുരം വെച്ച് എഴുതിയ ആൾക്കാര്, അപ്പം ഇത്രയും കട്ട് ഓഫ് വന്നിട്ട് കൂടി ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും LDC വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ആൾക്കാരെ അല്ലല്ലോ ഉൾപ്പെടുത്താൻ പോകുന്നത്. വേക്കൻസിക്ക് ആനുപാതികമായിട്ടായിരിക്കും ലിസ്റ്റ് ഇടുന്നത്. അപ്പൊ എന്തായാലും കട്ട് ഓഫ് ഇതിലും കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ ജില്ലകളായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പൊ ഇനി വരുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ചാനലിൽ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ 5 മുതൽ 12 വരെയുള്ള സോഷ്യൽ സയൻസിന്റെ എല്ലാ ടോപ്പിക്കുകളും ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 5 മുതൽ 10 വരെ മലയാളത്തിലും +1 +2 ഇംഗ്ലീഷിലുമാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. +1 +2 കൂടുതൽ MCQs, 5 മുതൽ 10 വരെ ന്യൂ പാറ്റേണും MCQസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനിയും വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഓർഡർ ചെയ്യാൻ. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ബുക്കിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി വരുന്ന 10th പ്രിലിംസിന് നല്ല മാർക്കോടുകൂടി എല്ലാ എക്സാംസും പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം.